ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ഏത് രംഗത്തെടുത്താലും ദക്ഷിണേന്ത്യക്ക് ഇപ്പോൾ ഒരു കോളനിയുടെ സ്വഭാവമാണുള്ളത്. ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യ ഒരു കോളനിയായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് ഉത്തരേന്ത്യയുടെ ഒരു കോളനിയുടെ ഒരു പദവിയിലേക്ക് ദക്ഷിണേന്ത്യ മാറിയിരിക്കുന്നു. ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. സമൂഹത്തോടുള്ള, രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു എന്നൊരൊറ്റ കാര്യത്തിന്റെ പേരിൽ ജനസംഖ്യാ അധിഷ്ഠിതമായി മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രീയമായ സ്വാധീനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടാകില്ലേ? അങ്ങനെ തന്നെ തുടരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ പോകുന്നതിന് പിന്നിൽ ഒരു ഒളിച്ചുകളിയുണ്ടോ? മാധു, നമ്മൾ നല്ല ഇരുട്ടുള്ള ഒരു മുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തപ്പി നടക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും എന്ന് തുറന്നു പറയേണ്ടി വരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജനപ്രാതിനിധ്യ നിയമത്തിൽ വരാൻ പോകുന്ന പ്രവർത്തനത്തിൽ ജനസംഖ്യ മാത്രമായിരിക്കും മാനദണ്ഡമെന്ന് മാതൃഭൂമിയുടെ ആരാ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അതായത് GDP-യുടെ 18% ദക്ഷിണേന്ത്യയുടെ പോപ്പുലേഷൻ. 18% വരുന്ന ദക്ഷിണേന്ത്യ 36% GDP-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം നമ്മുടെ ചെലവിൻ്റെ 79% നമ്മുടെ ഓൺ ഫണ്ടാണ്. അതേസമയം ഉത്തർപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു ധാരാളിത്തം കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ റെഗുലേഷനായിട്ട് വരാൻ പോകുന്നത് UGCയുടെ ഗൈഡ് ലൈൻസാണ്. അതോടുകൂടി ഉന്നത വിദ്യാഭ്യാസം പരിപൂർണമായും കേന്ദ്ര സർക്കാരിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. ഇനി നമ്മുടെ നിയമനിർമ്മാണത്തിൻ്റെ ഒരു സ്വയംഭരണാവകാശം പരിശോധിക്കാം. അതായത് ഒരു നിയമസഭ പാസ്സാക്കുന്ന ബില്ല് അത് ഗവർണർ ആക്സെൻ്റ് ചെയ്യുക, അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ള സംഭവം മുൻകാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ കേരള നിയമസഭ പാസ്സാക്കിയ 8 ബില്ലുകൾക്ക് മേൽ ഗവർണർമാർ അടയിരുന്നു. അത് തമിഴ്നാട്ടിലാണെങ്കിൽ 11. ഇത് തെലങ്കാനയ്ക്കൊക്കെ ബാധകമാണ്. അപ്പോൾ നമ്മൾ ഏത് രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ദക്ഷിണേന്ത്യ യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയായിട്ട് അതപ്പറിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രാതിനിധ്യം കൂടി, ലോകസഭയിലെ പ്രാതിനിധ്യം കൂടി ഇടിയുകയാണെങ്കിൽ ഭയാനകമായ ഒരു സാഹചര്യം ഉരുത്തിരിയും. നീയാണല്ലോ കോടതി. സൂര്യന്റെ കീഴിലുള്ള സകലതിനെ കുറിച്ചും അമിത്ഷാ പറഞ്ഞതിനെ കുറ്റം പറഞ്ഞ ബ്രിട്ടാസ് സൂര്യന്റെ കീഴിലുള്ള സകലതിനെ കുറിച്ചും പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാർ, 10 വർഷമായിട്ടേ ഉള്ളൂ BJP ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഈ രാജ്യത്തെ ജനസംഖ്യാ വർധനവ് അനിയന്ത്രിതമായി വർദ്ധിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം തേടേണ്ടതും കുറ്റപ്പെടുത്തേണ്ടതും BJP മാത്രമാണോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? മാത്രമല്ല, ജനസംഖ്യാ പ്രാതിനിധ്യം മാത്രമായിരിക്കും ഇതിന്റെ മാനദണ്ഡം എന്ന് ആരാണ്, എവിടെയാണ് പറഞ്ഞത്? സാമൂഹ്യ പിന്നോക്കാവസ്ഥയായിക്കൂടെ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയായിക്കൂടെ? അപ്പൊ നോക്കൂ, കഴിഞ്ഞ 25 വർഷമായി നമ്മൾ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് പ്രാരംഭമായ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. മാധു, എന്തൊക്കെ നടക്കണം? 2025 തുടക്കത്തിലാണ് നമ്മൾ. 2026 ശേഷം സെൻസസ് നടക്കണം. ആ സെൻസസ് നടന്നാൽ മാത്രം പോരാ, അത് ഇനിയും ആരംഭിച്ചിട്ടില്ല. സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ ഒരു കമ്മീഷൻ നിശ്ചയിക്കണം. ഇതൊന്നും നരേന്ദ്രമോദിയും BJPയും ഉണ്ടാക്കി വെച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ രാജ്യത്ത് അതൊക്കെ എങ്ങനെയൊക്കെ വേണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും കൃത്യമായിട്ട് ഇവരൊക്കെ കൂടി ആലോചിച്ച് എഴുതി വെച്ച ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. നോക്കൂ, സുപ്രീം കോടതിയിൽ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ഒരു ന്യായാധിപൻ വേണം, സുപ്രീം കോടതി ജഡ്ജ് വേണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധി വേണം. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാനത്തെ ഏത് സംസ്ഥാനത്തെ കുറിച്ചാണോ അതിനെക്കുറിച്ച് പഠനവും നിരീക്ഷണവും നടത്തേണ്ടത് ആ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി, ഇലക്ഷൻ കമ്മീഷനോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധിയോ വേണം. ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ അവിടെ അസോസിയേറ്റഡ് സമിതിയായിട്ട് ആ സംസ്ഥാനത്തുള്ള 5 MP മാരും 5 നിയമസഭാ പ്രാതിനിധ്യമുള്ള ആളുകളും വേണം.
ഇവരൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ചിന്തിച്ച് എടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് സത്യത്തിൽ നമ്മൾ വി ആർ ബീറ്റിംഗ് ദ ബുഷ്. ഇതെവിടെയാണ് എത്തിയത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Is it convenient and comfortable for you? അത് തന്നെ. Agreed? അല്ല, ഇത് പാർലമെന്റിലടക്കം ചർച്ചയായ ഒരു വിഷയം ടെലിവിഷൻ ചർച്ചകളുടെ വിഷയമാകുന്നത് ഇരുട്ടുമുറിയിലെ പൂച്ചയെ തപ്പുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ ബഹുഭൂരിപക്ഷമുള്ള അംഗങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് അങ്ങയുടേതടക്കം നേതാക്കളും ഈ ഇരുട്ടുമുറിയിലെ പൂച്ചയാണ് തപ്പിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഭരണഘടനയുടെ 81 അനുച്ഛേദ പ്രകാരം തന്നെ ലോക്സഭാ സീറ്റ് എണ്ണത്തിന്റെ അനുപാതവും സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ അനുപാതവും കഴിയുന്നത്ര തുല്യമായിരിക്കണം എന്ന് തന്നെയാണ് വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പോ ജനസംഖ്യ ആണ് പ്രധാന മാനദണ്ഡം. ജനസംഖ്യ കണക്കാക്കേണ്ടത് അവസാനത്തെയും തൊട്ടു മുൻപുള്ള സെൻസസിന്റെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ കണക്കനുസരിച്ചായിരിക്കണം ലോക്സഭാ എണ്ണത്തിന്റെ സീറ്റും അനുപാതവും പൂർത്തീകരിക്കേണ്ടത്. ഓരോ സെൻസസിന് ശേഷവുമാണ് സീറ്റ് നമ്പർ പുനഃക്രമീകരിക്കണം എന്നുള്ളത് 82-ാം അനുച്ഛേദം പറയുന്നുണ്ട്. അതിന്റെ അധികാരം പാർലമെന്റിനാണ് എന്നും പറയുന്നുണ്ട്. അതിനിപ്പോൾ മാതൃഭൂമിയോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട എന്തെങ്കിലും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവക്ഷ ഭരണഘടനയിലുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തന്നാൽ ഞാൻ കൃത്യമായി കേൾക്കുകയും ആകാം. ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട എം പി പറയുന്ന ആശങ്കയേറുന്നു എന്നുള്ളതാണ്. ഈ ആശങ്ക എന്ന് തുടങ്ങിയതാ? 2014 മുതൽ ആശങ്ക കൂടി വരികയാണ്. അടുത്ത കാലത്തൊന്നും ഇത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധു, ഞാൻ ചിരിച്ചു പോയനെ. തിരുവനന്തപുരത്തെ ആൾക്കാർ ശ്രമിക്കുന്ന FM സ്റ്റേഷനിൽ, ആകാശവാണി FM സ്റ്റേഷനിലേക്ക് നിങ്ങൾ സംസ്കൃതം വാർത്തയും ഹിന്ദി വാർത്തയും അടിച്ചേൽപ്പിച്ചു. എത്ര ബോധപൂർവമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഉത്തരേന്ത്യയുടെ ഹെജിമണി ആധിപത്യം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ചുമത്തുന്നത്? ഒരു FM സ്റ്റേഷനെ പോലും നിങ്ങൾ വെറുതെ വിടാൻ തയ്യാറല്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? നോക്കൂ, എൻ്റെ സുഹൃത്ത് MP ഇടയ്ക്കിടയ്ക്ക് മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ യെറ്റ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഈ സത്യത്തിൽ രാജ്യത്തിൻ്റെ ഐക്യം, രാജ്യത്തിൻ്റെ അഖണ്ഡത എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥയല്ലേ? ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ തെക്കായും വടക്കായും വിഭജിക്കണമെന്നും കട്ടിംഗ് ദ സൗത്ത് ആകണമെന്നും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വേദികളിൽ പോലും കുത്തിവെക്കാൻ ശ്രമിക്കുകയും ഞാൻ രാഷ്ട്രീയമല്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൊച്ചു നാളുകൾ മുതൽ കേട്ടിട്ടുണ്ട്. മലയാളത്തിലെ വാർത്ത തുറന്നു വെക്കുമ്പോൾ സംസ്കൃത വാർത്തയും താങ്കൾ ഈ പറഞ്ഞ ഹിന്ദി വാർത്തയും. സർ, എൻ്റെ ഓർമ്മ കാലത്തെ പ്രാദേശിക വാർത്തയുടെ തൊട്ടു മുമ്പ് ഞാൻ ദിവസവും ഇത് സമ്പ്രതി വാർത്ത ഹഷൂയം താം എന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. 2009 നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു നിയമസഭാ പുനഃസംഘടന നടന്നത് ബ്രിട്ടാസിന് അറിയാമോ? എൻ്റെ നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പടക്കുന്ന മാതൃകയാക്കണമെന്ന് പറയുന്ന അനിൽ ബോസിന് അറിയാമോ? നോക്കൂ, പത്തനംതിട്ടയിൽ അവർ ഈ രാജ്യത്തിൻ്റെ നിയമം പാലിച്ചതിൻ്റെ പേരിൽ പത്തനംതിട്ടയിൽ ഒരു നിയമസഭാ സീറ്റ് കുറഞ്ഞു. എൻ്റെ ഓർമ്മ കല്ലൂപ്പാറ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം അവിടെ കുറഞ്ഞു. നോക്കൂ, കോട്ടയത്തെ വാഴൂർ അസംബ്ലി മണ്ഡലം ഇല്ലാതായി. ആലപ്പുഴയിലെ അസംബ്ലി മണ്ഡലം കുറഞ്ഞു. കൊല്ലത്ത് കുറഞ്ഞു. മാധു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ വന്നിട്ട് അതിൻ്റെ പേരിൽ ആ മണ്ഡലത്തെ, ആ ജില്ലയെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? മലപ്പുറത്ത് 4 സീറ്റ് കൂടി. കോഴിക്കോട്ട്, ഞാൻ ജീവിക്കുന്ന കോഴിക്കോട്ട് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച എലത്തൂർ മണ്ഡലം അധികമായിട്ടുണ്ടായി. കണ്ണൂരിലെ നിയമസഭാ മണ്ഡലം കല്യാശ്ശേരി ഉണ്ടായി. എന്തേ ഈ രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വന്നിട്ട് ഈ 3 ജില്ലകൾ, മലബാറിലെ ചില ജില്ലകൾ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാത്തതിന് അവരെ അവാർഡ് ചെയ്തു എന്നും ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയവും കൊല്ലവും ജനസംഖ്യ നടപ്പിലാക്കിയതിന്റെ പേരിൽ അവരെ ശിക്ഷിച്ചു എന്ന് വിലപിച്ചിട്ടുണ്ടോ? നോക്കൂ, ഇന്ന് ഒമർ അബ്ദുള്ള പറയുന്നു, ഈ ഇന്ത്യ സഖ്യത്തോട് പറയുന്നു, നമ്മൾ തോൽക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് കുറ്റം പറഞ്ഞു തുടങ്ങുന്നു. സത്യത്തിൽ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കുഴപ്പമല്ല. തങ്ങളെ ജനം കൈയൊഴിയുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിന്റെ സംവിധാനത്തെയും പുരോഗതിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ശശി തരൂർ പറയുന്നു, എൻ്റെ മനസ്സിലെ രാഷ്ട്രീയം വെച്ച് ഞാൻ ഇന്നലെ വരെ പലതും പറഞ്ഞത് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.